ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ടെക്നോ പാർക്കിലുള്ള അലയൻസിലെ ഒരു തൊഴിലവസരമായിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, അലയൻസ് എന്ന് പറയുന്നത് ഒരു മികച്ച മൾട്ടിനാഷണൽ കമ്പനിയാണ്. രണ്ട് പൊസിഷനുകളിലായിട്ട് അവർ ഇപ്പോൾ അപേക്ഷ ക്ഷണിക്കുന്നുണ്ട്. ഒരുപാട് വേക്കൻസികൾ ഈ ഒരു രണ്ട് പൊസിഷനിലുമായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് അവർ ചോദിക്കുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ കേവലം ഡിഗ്രി മാത്രമാണ്. ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റിലേക്ക് പങ്കെടുക്കാവുന്നതാണ്. ഇതിന്റെ മറ്റൊരു ബെനിഫിറ്റ്, ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഫ്രഷേഴ്സിന് പോലും അപേക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ് നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. സോ ഏതൊക്കെ പൊസിഷനിലാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്, എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിന്റെ ഒരു റിക്രൂട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ വരുന്നത് മുതലായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനെയും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ച് പെട്ടെന്ന് അറിയാൻ ദയവായി നിങ്ങൾ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞു, ഈ വേക്കൻസീസ് ഒക്കെ വന്നിട്ടുള്ളത് അലയൻസ് ആണ്. നമ്മുടെ തിരുവനന്തപുരം ടെക്നോ പാർക്കിലാണ് ഈ ഒരു അലയൻസ് എന്ന് പറയുന്ന കമ്പനി പ്രവർത്തിക്കുന്നത്. പൊതുവെ കോമൺ ആയിട്ട് ട്രിവാൻഡ്രം ടെക്നോ പാർക്കിൽ വെച്ച് തന്നെയാണ് ഇതിന്റെ ഒരു റിക്രൂട്ട്മെന്റ് വരുന്നത്. ഈ ഒരു ടൈം കമ്പാരിറ്റീവ്ലി കുറച്ച് ഡിഫറെന്റ് ആണ്, കാരണം കൊച്ചിയിൽ വെച്ചും ഇതിന്റെ ഒരു സെലക്ഷൻ നടക്കുന്നുണ്ട്. ഈ വരുന്ന ഓഗസ്റ്റ് 3, 2024 ഇതിന്റെ ഒരു റിക്രൂട്ട്മെന്റ് ഡ്രൈവ്, ഒരു സെലക്ഷന്റെ തീയതി വരുന്നത്. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു 3-ാം തീയതി ഈ ഒരു നമ്മുടെ കൊച്ചി ലൊക്കേഷനിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല. അത് നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഇന്റർവ്യൂവിന് പങ്കെടുക്കേണ്ടത്, എന്താണ് അതിനായിട്ട് ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, രണ്ട് പൊസിഷനിലായിട്ടാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്. അസോസിയേറ്റ് ക്ലെയിംസിന്റെ വേക്കൻസിയും ഉണ്ട്, അതേപോലെ അസോസിയേറ്റ് കസ്റ്റമർ സർവീസും വേക്കൻസി വന്നിട്ടുണ്ട്. രണ്ടും ഇന്റർനാഷണൽ വോയിസ് പ്രോസസ് ആണ്. ഇന്റർനാഷണൽ വോയിസ് പ്രോസസ് എന്ന് പറയുമ്പോൾ ഈ കമ്പനി മറ്റുള്ള കൺട്രീസിന്റെ ക്ലയൻസിന്, കസ്റ്റമേഴ്സിന് സപ്പോർട്ട് കൊടുക്കുന്ന ജോലിയാണ് മെയിൻ ആയിട്ട് നിങ്ങൾ ഇതിൽ ചെയ്യേണ്ടത്. അതിനുവേണ്ടിയാണ് ഇംഗ്ലീഷിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണമെന്ന് അവർ പറയുന്നത്. ബേസിക് ആയിട്ട് ഇത്രേ പറയാനുള്ളൂ. ഈ രണ്ട് പോസ്റ്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിലും, രണ്ടിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിലും, നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഒരു ഡിഗ്രി പ്ലസ് ഇംഗ്ലീഷിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതല്ലാതെ മറ്റേ IT സ്കിൽസോ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും അവർ ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ്. അസോസിയേറ്റ്, ഫോർ എക്സാമ്പിൾ അസോസിയേറ്റ് ക്ലെയിംസ് ഇന്റർനാഷണൽ വോയിസ് പ്രോസസ് നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഗ്രാജുവേഷൻ, വർക്ക് ലൊക്കേഷൻ വരുന്നത് അലയൻസ് സർവീസസ് ട്രിവാൻഡ്രം ആണ്. ജോബ് റിക്വയർമെന്റ് എന്ന് പറയുമ്പോൾ ഫ്രഷേഴ്സ് ഓർ കാൻഡിഡേറ്റ്സ് ആണ് പറയുന്നത്. ഫ്രഷേഴ്സ് ഓർ കാൻഡിഡേറ്റ്സ് എക്സ്പീരിയൻസ് ഇൻ ഹാൻഡ്ലിംഗ് ഇന്റർനാഷണൽ മോട്ടോർ ക്ലെയിംസ്. ഫ്രഷേഴ്സ് ഓർ കാൻഡിഡേറ്റ്സ് ആ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആഡഡ് അഡ്വാൻറ്റേജ് മാത്രമാണ്. എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. രണ്ട് പൊസിഷനിലും ഫ്ലെക്സിബിലിറ്റി ടു വർക്ക് ഇൻ റൊട്ടേഷണൽ ഷിഫ്റ്റ്സ് എന്ന് പറയുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞു, മറ്റുള്ള കൺട്രീസിന്റെ ക്ലയൻസിനാണ് നിങ്ങൾ സപ്പോർട്ട് കൊടുക്കേണ്ടത്. വോയിസ് സപ്പോർട്ട് ആണ് വരുന്നത്. വോയിസ് ത്രൂ ആണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരിക. സോ ഒരുപക്ഷെ നിങ്ങൾ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇതിലേക്ക് വർക്ക് ഷിഫ്റ്റ്, നിങ്ങളുടെ ഷിഫ്റ്റ് ടൈമിംഗ് വരുന്നത്. സോ നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യാൻ നിങ്ങൾ ഓക്കെ ആയിരിക്കണം എന്നൊരു കാര്യം കൂടി നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുക. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യാനായിട്ട് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, ഗൂഗിളിൽ കയറി അതൊന്ന് സ്കാൻ ചെയ്താൽ ഡയറക്റ്റ് അതിന്റെ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി അത് ബുദ്ധിമുട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതുവഴി വളരെ സിമ്പിൾ ആയിട്ട് കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. വൺസ് നിങ്ങൾ അതിലേക്ക് അപ്ലൈ ചെയ്താൽ നിങ്ങളുടെ ഇമെയിലിലേക്ക്, അതായത് നിങ്ങൾ കൊടുത്ത നിങ്ങളുടെ ആ ഒരു ഇമെയിലിലേക്ക് ഒരു അസസ്മെന്റ് ലിങ്ക് വരുന്നതാണ്. ആ ഒരു അസസ്മെന്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അസസ്മെന്റ് എന്ന് വെച്ചാൽ ഒരു എക്സാം ഉണ്ടാവും. ആ ഒരു എക്സാം നിങ്ങൾ വൺസ് കംപ്ലീറ്റ് ചെയ്ത് സക്സസ് ആയാലും, നിങ്ങൾ പാസ് ആയാലും നിങ്ങൾക്ക് ഒരു ഇൻവിറ്റേഷൻ സ്ലോട്ട് കിട്ടും. അതിലായിരിക്കും 3-ാം തീയതി എത്ര മണിക്കാണ്, ഏത് ലൊക്കേഷനിലാണ് നിങ്ങൾ എത്തേണ്ടത് മുതലായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്, ഡയറക്റ്റ് വാക്കിൻ ആയിട്ട് പോയാൽ നിങ്ങൾക്ക് ഇതിലേക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല. ഈ ഒരു അസസ്മെന്റ് പാസ് ആയതിനു ശേഷം നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ ലഭിക്കും. ആ ഒരു ഇൻവിറ്റേഷനിൽ നിങ്ങളുടെ സ്ലോട്ട് ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ആയിട്ട് വേണം നിങ്ങൾ ഈ ഒരു ഇന്റർവ്യൂവിന് പങ്കെടുക്കാനായിട്ട്. അതാണ് അവരിവിടെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. ദ ഈവന്റ് പാർട്ടിസിപ്പേഷൻ ഈസ് രജിസ്ട്രേഷൻ ബേസ്ഡ്, നോ വാക്കിൻസ് വിൽ ബി കൺസിഡേർഡ് എന്ന് അവർ വീണ്ടും എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട്. സോ നല്ലൊരു അവസരമാണ്. നമ്മുടെ തിരുവനന്തപുരം ടെക്നോ പാർക്കിലാണ് ഇത്രയും വേക്കൻസീസ് വന്നിട്ടുള്ളത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. വൺസ് ഒരു അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക. സക്സസ് ആണെങ്കിൽ നിങ്ങൾ ആ ഒരു റിക്രൂട്ട്മെന്റ് ഡ്രൈവിന് ആ പറഞ്ഞ ഡേറ്റിൽ, പറഞ്ഞ സ്ലോട്ടിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. സോ
ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസീസ് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.